പ്രകൃതിയിലേക്ക് നോക്കിയാൽ പലതും ഒരു പൂവിനെ വരുന്ന പൂമ്പാറ്റ അത് ചെയ്യുന്ന വർക്ക് അതിൽ ഡിഫൈൻഡ് ആണ്. അത് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ലോകത്ത് നിന്ന് നമ്മൾ പരാഗണം നടക്കുകയും ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന പോലെ തന്നെ കമ്പനിക്കും അങ്ങനെ വേണം. എല്ലാം കൂടെ ഒരാൾ ചെയ്യരുത്. കമ്പനി സിസ്റ്റം ഇല്ലാത്ത കമ്പനി തന്നെ അങ്ങനെയാണ്, എല്ലാം കൂടെ ചെയ്യാണ്. അനീഫിക്ക, അങ്ങനെയാണ് ഒരു വെരി ട്രിക്ക്. ഇതൊന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു പലർക്കും പല കാഴ്ചപ്പാടുകളാണ്, അവരെല്ലാം ശരികളാണ്, അവരുടേതായിട്ടുള്ള രീതികൾ. ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും വന്ന ആളുകളാണ് നമ്മളുടെ ടീമിൽ, നമ്മളുടെ ഒരു ടീം എന്ന് പറയുന്നത്. എങ്ങനെ ഇവരെ ഒരു മൈൻഡ് സെറ്റോടുകൂടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഒരു കണികയുടെ ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഗുഡ്. അതിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിനൊരു വിഷണറി ഉണ്ടാവുമല്ലോ. ഏതൊരു ബിസിനസ്സിനും ഒരു വിഷണറി ഉണ്ടാവും. വിഷണറിക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റി ഉള്ള ആ സാധനം നടപ്പിൽ വരുത്താനാണ് ഇപ്പോൾ ഈ ടീം എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. ആ ക്ലാരിറ്റി നേരെ താഴെ വരണം, താഴെയുള്ള ആളുകൾക്ക് വരെ വരണം എന്നത് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഈ നേരെ ക്ലാരിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നേരെ താഴെയുള്ള ഒരു വലിയ തൂണുകൾക്കായിരിക്കണം. അത് കൃത്യമായി ഈ വിഷണറിയുടെ അതേ ക്ലാരിറ്റി തന്നെ അവർക്ക് കൊടുക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് എന്തേ ചെയ്യേണ്ടുള്ളൂ, ഈ വിഷണറി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് മാത്രമേ താഴേക്ക് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ എല്ലാവരും എന്നാലും ഒരു മൊത്തത്തിലൊരു ഐഡിയ കൊടുക്കണം. മൊത്തത്തിലൊരു എന്താണ് ഈ കമ്പനി, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നമ്മളെ വിഷണറി എന്നൊക്കെ കൊടുക്കണം. പക്ഷെ ഇത്ര ക്ലാരിറ്റി അവിടെ കൊടുക്കണം നമുക്ക് നിർബന്ധമില്ല. അവിടെ എന്ത് ചെയ്താൽ മതി, അവരെന്താണ് ഈ കമ്പനിയിൽ ചെയ്യേണ്ടത് അതിൽ ക്ലാരിറ്റി കൊടുക്കണം. ഇവരെ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കമ്പനിയുടെ വിഷണറി മുഴുവനും ക്ലാരിറ്റിയിലെത്താൻ ചിലപ്പോൾ താഴെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. അവർക്കതിൽ താല്പര്യം ഉണ്ടാവില്ല. അവർ ചില സമയങ്ങളിൽ വരുന്നു പോകുന്നു എന്നുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യണം, അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിൽ ക്ലിസ്റ്റർ ക്ലാരിറ്റി കൊടുക്കണം. കമ്പനിയുടെ മൊത്തം കാര്യത്തിലല്ല, അവരുടെ വർക്കിലെ ക്ലാരിറ്റി കൊടുക്കേണ്ടത്. എന്നാൽ അതിൻ്റെ തൊട്ടുമുകളിലാണ് അവന് അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കുക. എല്ലാവർക്കും മുഴുവൻ ക്ലാരിറ്റി കൊടുക്കണം എന്നില്ല. അപ്പോഴാണ് നമുക്കൊരു ക്രിസ്റ്റലായിട്ട് ഇതിനെ വളർത്താൻ പറ്റും. ഇന്ന് ലോകം അങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. തീർച്ചയായിട്ടും ഓരോരുത്തരും അവനെന്റെ പണിയെടുക്കുന്നുള്ളൂ. അല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വള്ളംകളി മത്സരം ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ ഒരേ ദിശയിലോട്ട് തുഴയാം, പല സമയങ്ങളിൽ അവർക്ക് തുഴയാം. പക്ഷെ ഇങ്ങനെ തുഴയുന്നവരും അല്ല അവിടെ വിജയിക്കുന്ന ഒരേ താളത്തിന്, ഒരേ രീതിയിൽ, ഒരേ ദിശയിൽ അതിന്റെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ആള് ആ കൈ കൊടുക്കുന്ന രീതിയിൽ അവർ ടീം എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് അവിടെ എനിക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ കൈ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ വിജയിക്കില്ല. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ എന്താ പറയുക, എനർജി എന്നുള്ളതും അല്ലെങ്കിൽ പാത്ത് എന്നുള്ളതും വെൽ ഡിഫൈൻ ചെയ്ത് ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വിജയത്തിലോട്ട് പോകുന്നത്. തെറ്റ് ശരി എന്നുള്ളതല്ല, ആ വിജയത്തിലോട്ട് ഡ്രൈവ് ചെയ്യാന്നുള്ളത്. ഓരോരുത്തർക്ക് ക്യാപ്പബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ താഴെയുള്ള ആളും മുകളിലുള്ള ആൾ എന്ത് സ്വപ്നം കണ്ടു അതുപോലെ സ്വപ്നം കാണുകയും അതുപോലെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതുപോലെ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അവർക്ക് എന്താണ് ഈ കമ്പനി, ഇപ്പൊ എൻ്റെ കൈ ഇവനെനിക്ക് ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്, അല്ലേ? എൻ്റെ തലച്ചോറ് നാളെ മുതൽ പറയണം, ഇനി തലച്ചോറ് ചിന്തിക്കണ്ട, ഞാൻ ചിന്തിച്ചോളാം. അല്ലെങ്കിൽ നാളെ എൻ്റെ തലച്ചോറ് പറയണം, ഇനി ഞാൻ രക്തം പമ്പ് ചെയ്യുന്നത് ഞാൻ ഏറ്റെടുത്തോളാം, ഹൃദയം എന്ത് ചെയ്താൽ ചിന്തിച്ചാൽ മതി. അങ്ങനെയൊന്നും നടക്കില്ലല്ലോ. പ്രകൃതിയിലേക്ക് നോക്കിയാൽ പലതും ഒരു പൂവിനെ വരുന്ന പൂമ്പാറ്റ അത് ചെയ്യുന്ന വർക്ക് അതിൽ ഡിഫൈൻഡ് ആണ്. അത് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ലോകത്ത് നിന്ന് നമ്മൾ പരാഗണം നടക്കുകയും ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന പോലെ തന്നെ കമ്പനിക്കും അങ്ങനെ വേണം. എല്ലാം കൂടെ ഒരാൾ ചെയ്യരുത്. കമ്പനി സിസ്റ്റം ഇല്ലാത്ത കമ്പനി തന്നെ അങ്ങനെയാണ്, എല്ലാം കൂടെ ചെയ്യാണ്. ഓരോരുത്തർക്കും കൃത്യമായി ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ലോകം നിലനിൽക്കുന്ന ഏതെങ്കിലും ഒന്ന് മറ്റതിൽ പോയി ഇടപെടുന്നുണ്ടോ? അവൻ്റെ കാര്യം അവൻ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇവിടെ അതാണ് കമ്പനി നമ്മൾ പറയുന്നത്. കമ്പനിയും അതുപോലെ തന്നെയാണ്, ഒരു മനുഷ്യനെ പോലെ തന്നെയാണ്. അതിന് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്. അതിനൊക്കെ പുറമെ മനുഷ്യനുള്ള സ്പിരിച്വൽ വരെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനൊരു ജീവനുണ്ട്, അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇതൊക്കെ ആര് ക്രിയേറ്റ് ചെയ്യണം? ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏത് ബിസിനസ്മാൻ്റെ കയ്യിലും ഉണ്ടാവും. എൻ്റെ മക്കളായിട്ടല്ല അവർ സാധാരണ പറയുക, എൻ്റെ ഒരു മകനായിട്ടാണ് അവർ പറയാറ്. ആ മകനെല്ലാം സ്പിരിച്വാലിറ്റി വരെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ലോകത്തുള്ള ഈ സാധനങ്ങളെ പോലെ അതിൻ്റെ കണ്ണ് കാലിൻ്റെ പണി, കാല് കൈയിൻ്റെ പണി എടുത്താൽ നടക്കില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സിസ്റ്റമാറ്റിക്കാക്കിയിട്ട് ഇതാണ് കാല്, ഈ കാലിൻ്റെ ധർമ്മം ഇതാണ് കണ്ണ്, അല്ലേ? ഇതാണ് കൈ,
കൈ നമ്മൾ ഇതിനൊക്കെ ശരിക്കും ഞാൻ വേറെ രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന്റെ എന്താന്നൊക്കെ നമുക്ക് പിന്നീട് വരാം. ഓക്കെ, അപ്പൊ ഒരു മനുഷ്യനെ പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. അതിന് ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിന്നാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റൽ ക്ലാരിറ്റി അപ്പോഴാണ് കിട്ടുക. മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലാരിറ്റി അപ്പോഴാണ് കിട്ടുക. ഓരോരുത്തരും അവനവൻ്റെ പണി ചെയ്താൽ മതി. അപ്പുറത്തേക്ക് പോയി മറ്റവനെ ഇടപെടേണ്ട ആവശ്യമില്ല. നേരെ അപ്പുറത്ത് ഒരുത്തം ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഹൃദയം പിടിക്കുന്നില്ല, തലച്ചോറിന് പണി കിട്ടും. കിട്ടൂലേ? കിട്ടും. കൈ കൃത്യമായി ചെയ്യുന്നില്ല, പണി കിട്ടും. എന്താണ്, വായിലേക്ക് ഭക്ഷണം വരുന്നില്ലേ, പണി കിട്ടും. കൃത്യമാണ്, അവനവൻ്റെ പണി ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നില്ലേ, അപ്പം അവിടെ നമുക്ക് പ്രതിരോധ ശേഷിയില്ലേ. അപ്പോൾ കൈ എന്തോ ഹൃദയത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി പോയി അവിടെ വർക്ക് ചെയ്യും അല്ലേ, അതിന് മരുന്ന് നമ്മൾ കഴിക്കും എന്നൊക്കെ തന്നെ. സിസ്റ്റത്തിൽ പ്രശ്നം വരും, നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. നമുക്ക് എല്ലാം ഒരു മനുഷ്യനെ പോലെ നമ്മളെ ബിസിനസ്സിനെ കണ്ടാൽ, അതിനുള്ള എല്ലാ കാര്യങ്ങളെ പോലെ നമ്മൾ കണ്ടാൽ നമുക്ക് നമ്മളെ ബിസിനസ്സിനെ വലിയൊരു സംഭവമായിട്ട് വളർത്താൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ബിസിനസ്സുകളാണ് വലിയ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകളായി മാറിയത്. അല്ല, അതന്നെയാണ് ഞാൻ എനിക്കും പറയാനുള്ളതും ഇതിലേക്ക് തന്നെ എത്താറുള്ളത്. അപ്പോൾ രജനീഷ് പറഞ്ഞു എനിക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് വേണ്ടത്. അപ്പോൾ അനീഫ്ക പറഞ്ഞ ഇത് വേർഡും ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം അങ്ങനെയുള്ളൊരു ആളുകളെ, ഇന്ന ആളുകളെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ പിന്നെ ആള് ഒരു മോശക്കാരനല്ല. അപ്പൊ എല്ലാവരും പിന്നെ എന്താ പറയാ, അതിനത്തെ ആളുകളാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. കാരണം എനിക്ക് വേണ്ട ആളതാണ്. എനിക്ക് ഇന്ന പ്രോബ്ലം, ഇന്ന പ്രശ്നങ്ങൾ തീർക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന സംഗതി വേണം. അപ്പൊ നമുക്കൊരു പ്രശ്നം, ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, അതായത് എനിക്കൊരു വാഹനമുണ്ട്, ആ വാഹനത്തിന് പ്രശ്നമുണ്ട്, അതിന്റെ സീറ്റ് കംപ്ലൈന്റ് ആണ്. അപ്പൊ എനിക്ക് ആ സീറ്റ് വേറെ വാഹനത്തിന്റെ സീറ്റ് ഇട്ടാൽ ശരിയാവില്ല. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇത്. നമുക്ക് വേണ്ട പ്രശ്നം, നമുക്ക് വേണ്ട നമ്മളുടെ ആ പ്രശ്നം തീർക്കാനാണ്. നമ്മുടെ ടൈമൊക്കെ നമുക്ക് ക്രമീകരിക്കണമെങ്കിൽ ഇന്നതിനെ പറ്റി ഇന്ന ആളുകൾ വേണം. അങ്ങനെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴേ ഉള്ളൂ നമ്മൾക്ക്, അവർക്ക് ആ വർക്കുകൾ കൊടുക്കുമ്പോഴേ ഉള്ളൂ അതിനെന്ത് ചെയ്യുക, ഒരു ക്ലാരിറ്റി ആവുള്ളൂ, അവർക്കും ക്ലാരിറ്റി ആവുള്ളൂ. മറ്റൊന്ന് ആ ഒരു വ്യക്തിനെ നമ്മൾ ആ വർക്കല്ല വേറൊരു വർക്കാളെ തലയിൽ ഏൽപ്പിച്ച് അവരെങ്ങനെ അതന്നെ ചെയ്യണം, ഇങ്ങനെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ആളെന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തലക്ക് ഹൃദയത്തിന്റെ പണി കൊടുക്കുകയാണ്. അങ്ങനെ തലക്ക് ഹൃദയത്തിന്റെ പണി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ വർക്ക് സ്റ്റക്ക് ആവും, അപ്പൊ ബിസിനസ്സും സ്റ്റക്ക് ആവും. ഇതാണ് ഇതിന്ന് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ്. അപ്പൊ നമുക്ക് വേണ്ടത് ആരാണോ എന്ന് നമുക്കൊരു ബോധ്യം വേണം, ഒന്ന്. രണ്ട്, അവരെയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കണം. എന്നതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ ക്ലാരിറ്റി, നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ക്ലാരിറ്റി അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ടീം ആ ക്ലാരിറ്റി ഉള്ള ടീമാവുള്ളൂ. നമ്മളെ ഒരു മനുഷ്യനെന്ന് അനീഫ്ക പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യരൂപത്തിൽ ആ ടീം ആവുള്ളൂ. അപ്പോഴേ കൈയിൻ്റെ പ്രവർത്തനവും ഹൃദയത്തിന്റെ പ്രവർത്തനവും തലയുടെ പ്രവർത്തനവും നടത്തുള്ളൂ.